Fermat's theorem യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. എംപ്ലോയ് Fermat's theorem to prove that if p is a odd prime then 1 raised to p minus 1 plus 2 raised to p minus 1 plus 3 raised to p minus 1 plus etc plus p minus 1 raised to p minus 1 is congruent to minus 1 modulo p. അതായത് p ഒരു ഓഡ് പ്രൈം നമ്പർ ആണെങ്കിൽ 1 raised to p minus 1 plus 2 raised to p minus 1 plus etc plus p minus 1 raised to p minus 1 plus 1 പിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതാണ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ആക്ച്വലി ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുവാൻ പി ഒരു ഓഡ് പ്രൈം നമ്പർ ആവണമെന്ന് നിർബന്ധമില്ല. പി = 2വിനും ഈ റിസൾട്ട് ട്രിവിയലായിട്ട് ഹോൾഡ് ചെയ്യും. നമുക്ക് ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാം. പി ഒരു ഓഡ് പ്രൈം നമ്പർ ആണെന്ന് തന്നിട്ടുണ്ട്. 1 മുതൽ p-1 വരെയുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും ഫാക്ടർ ആയിരിക്കുകയില്ല പി. സോ ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ n raised to p-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p for any positive integer n less than p എന്ന് നമുക്ക് കിട്ടും. That is n raised to p-1 minus 1 is a multiple of p for any positive integer n less than p. അതായത് 1 raised to p-1 minus 1 is a multiple of p, 2 raised to p-1 minus 1 is a multiple of p, etc. p-1 raised to p-1 minus 1 is a multiple of p. സോ അവയുടെ സമ്മും പിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. That is 1 raised to p-1 minus 1 plus 2 raised to p-1 minus 1 plus etc plus p-1 raised to p-1 minus 1 is a multiple of p. ഇവിടെ -1 p-1 ടൈംസ് ഉണ്ട്. സോ 1 raised to p-1 plus 2 raised to p-1 plus etc plus p-1 raised to p-1 minus of p-1 is a multiple of p. That is 1 raised to p-1 plus 2 raised to p-1 plus etc plus p-1 raised to p-1 minus p plus 1 is a multiple of p. മൈനസ് പി പിയുടെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് അത് റിമൂവ് ചെയ്താലും ബാക്കിയുള്ള ടേംസിൻ്റെ സമ്മ് പിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 1 raised to p-1 plus 2 raised to p-1 plus etc plus p-1 raised to p-1 minus of -1 is a multiple of p. അതിൽ നിന്നും 1 raised to p-1 plus 2 raised to p-1 plus etc plus p-1 raised to p-1 is congruent to -1 മോഡുലോ p എന്ന് കിട്ടും. അതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, show that a raised to 12 minus b raised to 12 is a multiple of 1365 if a and b are prime to 1365. അതായത് എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ടു 1365 ആണെങ്കിൽ എ raised to 12 മൈനസ് ബി raised to 12 1365ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള ഇൻറ്റിജർ ഒരു പ്രൈം നമ്പർ അല്ല. ആദ്യം ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 1365 ഈക്വൽ ടു 3 × 5 × 7 × 13 ആണ്. എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ടു 1365 ആയതുകൊണ്ട് അവ രണ്ടും ഈ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഓരോ പ്രൈം നമ്പേഴ്സിനോടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. നമുക്കറിയാം പി ഒരു പ്രൈം നമ്പറും എ റിലേറ്റീവ്ലി പ്രൈം ടു ബിയും ആണെങ്കിൽ എ raised to p-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ പി ആണ്. ഇവിടെ എ റിലേറ്റീവ്ലി പ്രൈം ടു 13 ആയതുകൊണ്ട് എ raised to 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 13. എ റിലേറ്റീവ്ലി പ്രൈം ടു 7 ആയതുകൊണ്ട് എ raised to 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7. ദെൻ നമുക്കറിയാം എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ n ആണെങ്കിൽ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ കെ എ raised to k ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി raised to k മോഡുലോ n ആണ്. സോ എ raised to 6 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 ആയതുകൊണ്ട് എ raised to 6 ഹോൾ സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 സ്ക്വയർ മോഡുലോ 7. ദാറ്റ് ഈസ് എ raised to 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7. സിമിലർലി എ റിലേറ്റീവ്ലി പ്രൈം ടു 5 ആയതുകൊണ്ട് എ raised to 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 which implies a raised to 4 whole cube is congruent to 1 cube modulo 5. That is a raised to 12 is congruent to 1 modulo 5. a relatively prime to 3 ആയതുകൊണ്ട് a square is congruent to 1 modulo 3 which implies a raised to 2 whole raised to 6 is congruent to 1 raised to 6 modulo 3. That is a raised to 12 is congruent to 1 modulo 3. So a raised to 12 is congruent to 1 modulo 13. a raised to 12 is congruent to 1 modulo 7. a raised to 12 is congruent to 1 modulo 5 and a raised to 12 is congruent to 1 modulo 3. 3ഉം 5ഉം 7ഉം 13ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട്
എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 13 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 1365. ദാറ്റ് ഈസ് എ റേസ് ടു 12 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1365. സിമിലർലി ബി റേസ് ടു 12 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1365 എന്ന് കിട്ടും. ദെൻ അവയുടെ ഡിഫറൻസും 1365ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ബട്ട് എ റേസ് ടു 12 മൈനസ് 1 മൈനസ് ഓഫ് ബി റേസ് ടു 12 മൈനസ് 1 ഈക്വൽ ടു എ റേസ് ടു 12 മൈനസ് ബി റേസ് ടു 12 ആണ്. സോ എ റേസ് ടു 12 മൈനസ് ബി റേസ് ടു 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1365. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് 8th പവർ ഓഫ് എനി നമ്പർ ഈസ് ഓഫ് ദി ഫോം 17m ഓർ 17m പ്ലസ് ഓർ മൈനസ് 1. അതായത് ഏതൊരു നമ്പറിൻ്റെയും 8th പവർ ഒന്നുകിൽ 17m അതല്ലെങ്കിൽ 17m പ്ലസ് ഓർ മൈനസ് 1 ഈ ഒരു ഫോമിലായിരിക്കും എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. നമ്മൾ ആർബിട്രറി ആയിട്ടൊരു നമ്പർ n ചൂസ് ചെയ്യുന്നു. ഒന്നുകിൽ n-ഉം 17-ഉം റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, അതല്ലെങ്കിൽ അവ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുകയില്ല. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു നമ്മൾ ചൂസ് ചെയ്ത നമ്പർ n-ഉം 17-ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല എന്ന്. സോ 17 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 17 ആ നമ്പറോ അതല്ലെങ്കിൽ 1-ഉം അല്ലാതെ വേറെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ n-ഉം 17-ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല എന്നുണ്ടെങ്കിൽ n-ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും 17. അതായത് 17-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും n 17-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ n റേസ് ടു 8-ഉം 17-ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ആ കേസിൽ n റേസ് ടു 8 ഈക്വൽ ടു 17 ഇൻറ്റു m ആയിരിക്കും. ദെൻ രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യാം. n-ഉം 17-ഉം റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ n റേസ് ടു 17 മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 17 എന്ന് കിട്ടും. അതായത് n റേസ് ടു 17 മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 17 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n റേസ് ടു 16 മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 17. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയതുകൊണ്ട് n റേസ് ടു 8 പ്ലസ് 1 ഇൻറ്റു n റേസ് ടു 8 മൈനസ് 1 ഈക്വൽ ടു n റേസ് ടു 16 മൈനസ് 1 ആണ്. സോ n റേസ് ടു 16 മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 17 എന്നുള്ളതിൽ നിന്നും 17 ഡിവൈഡ്സ് n റേസ് ടു 8 പ്ലസ് 1 ഇൻറ്റു n റേസ് ടു 8 മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. ദെൻ 17 ഒരു പ്രൈം നമ്പറാണ്. n റേസ് ടു 8 പ്ലസ് 1-ഉം n റേസ് ടു 8 മൈനസ് 1-ഉം ഇൻറ്റിജേഴ്സ് ആണ്. ഒരു പ്രൈം നമ്പർ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫാക്ടറാണ് എന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെയെങ്കിലും ഫാക്ടർ ആയിരിക്കും ആ പ്രൈം നമ്പർ. ഇവിടെ 17 n റേസ് ടു 8 പ്ലസ് 1 ഇൻറ്റു n റേസ് ടു 8 മൈനസ് 1-ൻ്റെ ഒരു ഫാക്ടറാണ്. സോ അതിലേതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഫാക്ടർ ആയിരിക്കും 17. അതായത് എയ്തർ n റേസ് ടു 8 പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 17 ഓർ n റേസ് ടു 8 മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 17. അതായത് n റേസ് ടു 8 പ്ലസ് 1-ഓ n റേസ് ടു 8 മൈനസ് 1-ഓ 17-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഹെൻസ് എയ്തർ n റേസ് ടു 8 പ്ലസ് 1 ഈക്വൽ ടു 17m or n raised to 8 minus 1 equal to 17m. That is either n raised to 8 equal to 17m plus 1 or n raised to 8 equal to 17m minus 1. Therefore n raised to 8 equal to 17m plus or minus 1. So n-ഉം 17-ഉം റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n raised to 8 equal to 17m plus or minus 1. n-ഉം 17-ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല എന്നുണ്ടെങ്കിൽ n raised to 8 equal to 17m എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിരുന്നു. സോ ഏതൊരു നമ്പർ n ചൂസ് ചെയ്താലും ആ നമ്പറിൻ്റെ 8th പവർ ഒന്നുകിൽ 17m അതല്ലെങ്കിൽ 17m പ്ലസ് ഓർ മൈനസ് 1 ഈ ഒരു ഫോമിലായിരിക്കും. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, use Fermat's theorem to verify that 17 divides 11 raised to 104 plus 1. അതായത് 11 raised to 104 plus 1 17 ഒരു മൾട്ടിപ്പിൾ ആണ് എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. GCD of 11,17 equal to 1 ആയതുകൊണ്ട് ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 11 raised to 16 is congruent to 1 modulo 17 എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം 104 equal to 16 into 6 plus 8 ആണ്. സോ 11 raised to 104 equal to 11 raised to 16 into 6 plus 8, which is congruent to 11 raised to 16 whole raised to 6 into 11 raised to 8 modulo 17. നമുക്കറിയാം a congruent to b modulo n ആണെങ്കിൽ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ k ചൂസ് ചെയ്താലും a raised to k is congruent to b raised to k modulo n.
11 raised to 16 congruent to 1 modulo 17 ആയതുകൊണ്ട് 11 raised to 16 whole raised to 6 is congruent to 1 raised to 6 modulo 17. അതായത് 11 raised to 16 raised to 6 is congruent to 1 modulo 17. അത് യൂസ് ചെയ്യുമ്പോൾ 11 raised to 104 is congruent to 1 into 11 raised to 8 modulo 17 എന്ന് കിട്ടും. Then 11 raised to 8 equal to 11 square whole raised to 4 ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ 11 raised to 104 is congruent to 11 square whole raised to 4 modulo 17 എന്ന് കിട്ടും. Then 11 square equal to 121. 121 minus 2 equal to 119. 119 എന്നുള്ളത് 17 ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 11 square is congruent to 2 modulo 17 ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ 11 raised to 104 is congruent to 2 raised to 4 modulo 17. Then 2 raised to 4 equal to 16 ആണ്. So which is congruent to 16 modulo 17. 16 plus 1 equal to 17 ആയതുകൊണ്ട് 16 is congruent to minus 1 modulo 17. അത് യൂസ് ചെയ്യുമ്പോൾ 11 raised to 104 is congruent to minus 1 modulo 17 എന്ന് കിട്ടും. അതായത് 11 raised to 104 plus 1 is a multiple of 17, which implies 17 divides 11 raised to 104 plus 1. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, from Fermat's theorem deduce that for any integer n greater than or equal to 0, 13 divides 11 raised to 12n plus 6 plus 1. അതായത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്താലും 11 raised to 12n plus 6 plus 1 13ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. 11ഉം 13ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 11 raised to 12 is congruent to 1 modulo 13 എന്ന് കിട്ടും. Then for any n greater than or equal to 0, 11 raised to 12n is congruent to 1 raised to n modulo 13. കാരണം നമുക്കറിയാം a congruent to b modulo n ആണെങ്കിൽ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ k ചൂസ് ചെയ്താലും a raised to k congruent to b raised to k modulo n ആയിരിക്കും. 11 raised to 12 congruent to 1 modulo 13 ആയതുകൊണ്ട് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്താലും 11 raised to 12n congruent to 1 raised to n modulo 13 ആയിരിക്കും. So 11 raised to 12n congruent to 1 modulo 13. Now 11 square equal to 121. 121 equal to 13 into 9 plus 4 ആയതുകൊണ്ട് 121 is congruent to 4 modulo 13. അതായത് 11 square is congruent to 4 modulo 13. Then 11 square whole cube is congruent to 4 cube modulo 13. അതായത് 11 raised to 6 is congruent to 64 modulo 13. Then 64 plus 1 equal to 65. അത് 13ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 64 is congruent to minus 1 modulo 13 ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ 11 raised to 6 is congruent to minus 1 modulo 13. So 11 raised to 12n congruent to 1 modulo 13 and 11 raised to 6 is congruent to minus 1 modulo 13. Then ഈ രണ്ട് കോൺഗ്രുവൻസസുകളും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 raised to 12n into 11 raised to 6 is congruent to 1 into minus 1 modulo 13 എന്ന് കിട്ടും. അതായത് 11 raised to 12n plus 6 is congruent to minus 1 modulo 13. അതിൽ നിന്നും 11 raised to 12n plus 6 plus 1 is a multiple of 13, which implies 13 divides 11 raised to 12n plus 6 plus 1 for all n greater than or equal to 0. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, derive that a raised to 21 is congruent to a modulo 15 for all a. അതായത് ഏതൊരു ഇൻറ്റിജർ a ചൂസ് ചെയ്താലും a raised to 21 മൈനസ് a 15ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. ഇവിടെ 15 ഒരു പ്രൈം നമ്പർ അല്ല. സോ നമുക്ക് ആദ്യം 15നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 15 ഈക്വൽ ടു 3 into 5 ആണ്. 3ഉം 5ഉം പ്രൈം നമ്പേഴ്സാണ്. നമ്മൾ കൊറോളറി 1ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഒരു പ്രൈം നമ്പറും എ ഏതെങ്കിലും ഒരു ഇൻറ്റിജറുമാണെങ്കിൽ a raised to p is congruent to a modulo p എന്ന്. സോ 3 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് a raised to 3 is congruent to a modulo 3. അതിൽ നിന്നും a raised to 3 whole raised to 7 is congruent to a raised to 7 modulo 3 എന്ന് കിട്ടും. Then a raised to 7 equal to a cube whole square into a ആയതുകൊണ്ട് a raised to 21 is congruent to a cube whole square into a modulo 3. Then a cube congruent to a modulo 3 ആയതുകൊണ്ട് which is congruent to a square into a modulo 3, which is congruent to a cube modulo 3. a cube congruent to a modulo 3 ആയതുകൊണ്ട് which is congruent to
എ മോഡ്ലോ 3, അതായത് എ റേസ് ടു 21 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ്ലോ 3, അതായത് എ റേസ് ടു 21 മൈനസ് എ 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. ദെൻ 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് കൊറോളറി 1 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ്ലോ 5 എന്ന് കിട്ടും. ദെൻ എ റേസ് ടു 5 ഹോൾ റേസ് ടു 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു 4 മോഡ്ലോ 5, അതായത് എ റേസ് ടു 20 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു 4 മോഡ്ലോ 5. ദെൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു 20 ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു 4 ഇൻറ്റു എ മോഡ്ലോ 5 എന്ന് കിട്ടും. അതായത് എ റേസ് ടു 21 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു 5 മോഡ്ലോ 5. ദെൻ എ റേസ് ടു 5 കോൺഗ്രുവൻറ്റ് ടു എ മോഡ്ലോ 5 ആയതുകൊണ്ട് വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ്ലോ 5. ദാറ്റ് ഈസ് എ റേസ് ടു 21 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ്ലോ 5. അതിൽ നിന്നും എ റേസ് ടു 21 മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. സോ എ റേസ് ടു 21 മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് എ റേസ് ടു 21 മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. 3ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് എ റേസ് ടു 21 മൈനസ് എ അവയുടെ പ്രോഡക്റ്റിൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് എ റേസ് ടു 21 മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15, വിച്ച് ഇംപ്ലൈസ് എ റേസ് ടു 21 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ്ലോ 15 ഫോർ ഓൾ എ. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എൻ റേസ് ടു 5 മൈനസ് എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ്ലോ 30, അതായത് ഏതൊരു എൻ ചൂസ് ചെയ്താലും എൻ റേസ് ടു 5 മൈനസ് എൻ 30യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഇവിടെ 30 ഒരു പ്രൈം നമ്പർ അല്ല. നമുക്ക് ആദ്യം ആ നമ്പറിന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 30 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ആണ്. 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് കൊറോളറി 1 അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എനി എൻ റേസ് ടു 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ്ലോ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എൻ റേസ് ടു 5 മൈനസ് എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. Now n raised to 5 minus n equal to n into n raised to 4 minus 1, which is equal to n into n square minus 1 into n square plus 1, which is equal to n into n plus 1 into n minus 1 into n square plus 1. n minus 1ഉം n-ഉം n plus 1ഉം 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് അവയിൽ ഒരെണ്ണം 2ൻ്റെ മൾട്ടിപ്പിളും മറ്റൊരെണ്ണം 3യുടെ മൾട്ടിപ്പിളും ആയിരിക്കും. സോ n ഏത് തന്നെയായാലും n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1 2ൻ്റെയും 3യുടെയും മൾട്ടിപ്പിൾ ആയിരിക്കും. 2ഉം 3യും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1 2 ഇൻറ്റു 3യുടെ, അതായത് 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ n റേസ് ടു 5 മൈനസ് n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. സോ n റേസ് ടു 5 മൈനസ് n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആൻഡ് n റേസ് ടു 5 മൈനസ് n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. 5ഉം 6ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് n റേസ് ടു 5 മൈനസ് n അവയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് n റേസ് ടു 5 മൈനസ് n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 30, വിച്ച് ഇംപ്ലൈസ് n റേസ് ടു 5 മൈനസ് n ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ്ലോ 30. അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.